നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. 2024 ആദ്യത്തെ ആഴ്ച കടന്നുപോയി. നിഫ്റ്റി ഈ ഒരു ആഴ്ചയിൽ ഒന്നും പോയിട്ടില്ല. നിഫ്റ്റി ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിട്ടുള്ളത്. 21,800 മുകളിൽ നിഫ്റ്റി പോയിട്ടുണ്ട്. അതേ നിഫ്റ്റി എന്ന് 21,500 താഴെ സപ്പോർട്ട് എടുത്തു. ഏകദേശം ഒരു 350 പോയിൻറ്റിൻ്റെ ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. തിങ്കളാഴ്ച എവിടെയാണോ ഓപ്പൺ ആയിരുന്നത് അവിടെ തന്നെ നിഫ്റ്റിയുടെ ക്ലോസ് നടന്നു. നിഫ്റ്റിയുടെ ഇന്നത്തെ ചാർട്ട് നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ചാർട്ടിലേക്ക് നമുക്ക് പോകാം. നിഫ്റ്റിയുടെ ഡെയിലി 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലുള്ള ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസത്തെ കഥ നമുക്ക് നോക്കാം. അവിടെ ഓപ്പൺ കാണാം. 9:15 ഓപ്പൺ, 21,725 ഓപ്പൺ. അവിടെ തന്നെ നിഫ്റ്റി ക്ലോസ് ചെയ്തു. കൂടാതെ തന്നെ 21,621 എന്ന് പറയുന്ന ലോ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം കൃത്യം 1 മണിക്കൂർ മുമ്പ് ഫോളായ അതേ പോയിന്റ് തന്നെ നിഫ്റ്റി തിരിച്ച് കയറി. അപ്പോൾ നിഫ്റ്റി വെള്ളിയാഴ്ച ദിവസം നിഫ്റ്റി ഓൾമോസ്റ്റ് എവിടെയാണോ മാർക്കറ്റ് ഉണ്ടായിരുന്നത് അവിടെ തന്നെ മാർക്കറ്റ് അവസാനിച്ചു. നിഫ്റ്റിയുടെ വീക്കിലി അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴും നിഫ്റ്റി തിങ്കളാഴ്ച ദിവസം എവിടെയാണോ മാർക്കറ്റ് ഉണ്ടായിരുന്നത് അവിടെ തന്നെ വ്യാപാരം അവസാനിച്ചു. അതായത് ഹൈലി വോളറ്റിലായിട്ടുള്ള രീതിയിലാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പോക്ക്. ഇന്ന് ഈവൻ വിക്സ് 5% ഫോള് ഉണ്ടായി എങ്കിലും ട്രേഡേഴ്സ് എല്ലാം തന്നെ ലോസ് ബുക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. കാരണം മാർക്കറ്റ് സിഗ്സാഗ് രീതിയിലാണ് പോകുന്നത്. സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് IT കമ്പനീസ് 1.5% അടുത്ത് റാലി രേഖപ്പെടുത്തി. ജെഫ്രീസ് ഇന്ത്യൻ IT കമ്പനികളെ അപ്ഗ്രേഡ് ചെയ്ത ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. ഓട്ടോ സെക്ടർ ഗ്രീനിൽ ക്ലോസ് ചെയ്തു, റിയാലിറ്റി ഗ്രീനിൽ ക്ലോസ് ചെയ്തു, മീഡിയ ഗ്രീനിൽ ക്ലോസ് ചെയ്തു, എനർജി സെക്ടർ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ബാക്കിയുള്ള എല്ലാ സെക്ടറും റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റി തിരിച്ചു കയറി 52 പോയിൻറ്റ് പ്ലസ്സിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 178 പോയിൻറ്റ്, നിഫ്റ്റി ബാങ്ക് 36 പോയിൻറ്റ്. അപ്പോൾ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. BSE ഓപ്ഷൻ ചെയിൻ ഇപ്പോൾ ഓപ്പൺ ആണ്. സെൻസെക്സും ബാങ്ക് എക്സും നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ ഏതോ ദിവസം നമ്മൾ അതിൻ്റെ ഓപ്ഷൻ ചെയിൻ്റെ ലിങ്ക് ഇട്ടിരുന്നു. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഗൂഗിൾ ചെയ്യാമെന്നുള്ളൂ, എളുപ്പത്തിൽ കിട്ടും. ഇന്നത്തെ നിഫ്റ്റീനെ ഇത്ര അധികം മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ അദാനി പോർട്ട് 2.25%, TCS, L&T, SBI ലൈഫ്, L&T മൈൻട്രി 1.5 മുതൽ 2% വരെയുള്ള റാലി രേഖപ്പെടുത്തി. നെസ്ലെ ഇന്ന് സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ടായിരുന്നു. അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള റാലിയെല്ലാം തന്നെ കഴിഞ്ഞു. ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ്. ബ്രിട്ടാനിയ മറ്റൊരു FMCG ലീഡിംഗ് കമ്പനി 1.5% മുകളിൽ ഇടിഞ്ഞു. UP ഫെർട്ടിലൈസർ മേഖലയിലുള്ള കമ്പനി, ഫാർമ സെക്ടറിലുള്ള കമ്പനി, സ്റ്റീൽ സെക്ടറിലുള്ള GSW സ്റ്റീൽ 1 മുതൽ ഏകദേശം 1.5% വരെയുള്ള ഇടിവ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഗ്ലോബൽ ഈവൻറ്റുകളിൽ പ്രധാനമായിട്ടുള്ളത് US നിന്ന് നോൺ ഫാം പേറോൾ ഡേറ്റയും ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസ് ലെവൽ 3 ആണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് സ്ലൈറ്റ്ലി ഫോളാണ്. സ്ലൈറ്റ്ലി അല്ല, കുറച്ചധികം ഫോളാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഈവൻറ്റുകളെല്ലാം തന്നെ വരുമ്പോൾ നമ്മൾ കുറച്ച് അധികം ജാഗ്രത പാലിക്കണം. കാരണം ഓപ്ഷൻ റൈറ്റേഴ്സൊക്കെ അവരുടെ സംബന്ധിച്ച് വിക്സ് ഇടിഞ്ഞു, പ്രീമിയം അൾട്രാ ലോയാണ്. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യുമ്പോൾ വലിയ റിസ്ക് എടുക്കുന്നു, റിവാർഡ് വളരെ കുറവാണ്. നല്ല പ്രീമിയം ഉള്ള സമയത്ത് നമുക്ക് റിസ്ക് എടുക്കാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വളരെ ചെറിയ പ്രീമിയത്തിന് വേണ്ടിയിട്ട് വലിയ റിസ്ക് എടുക്കുന്നത് അത്ര ഉചിതമായിരിക്കില്ല. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ്. ഒന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. $2,039 പെർ ഔൺസ്. ഇന്നിൻ്റെ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 36 പൈസ. ബ്രന്റ് ഓയിൽ $78 പെർ ബാരൽ. ഓസ്ട്രേലിയ റെഡിലടച്ചു, ചൈന റെഡിലടച്ചു, കൊറിയ റെഡിലടച്ചു. നിക്കി ജപ്പാൻ മാർക്കറ്റ് മാത്രം ഗ്രീനിൽ ട്രേഡ് ചെയ്യുന്നു, ഗ്രീനിൽ അടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് റെഡിലാണ്. CAC 40 ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ, UK മാർക്കറ്റുകളെല്ലാം തന്നെ ഫോളിലാണ്. റഷ്യൻ മാർക്കറ്റും ഫോളിലാണ്. ബിറ്റ്കോയിൻ ഇന്നലെ ശക്തമായിട്ട് കഴിഞ്ഞ ദിവസം കയറി, ഇന്നലെ ഇഴിഞ്ഞു. ഇപ്പോൾ 500 പോയിൻറ്റ് കയറി നിൽക്കുന്നുണ്ട്. ഇന്ത്യ വിക്സ് കാണാൻ ഒരു സിംഗിൾ ഡേ കൊണ്ട് 5.5% ഫോളായി 12.63. ഡോ ഫ്യൂച്ചർ
ഓൾറെഡി തന്നെ 100 പോയിൻറ്റിൻ്റെ ഒരു ഫോള് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായ രീതിയിൽ തിരിച്ചു കയറി. അത് അവസാനത്തെ 15 മിനിറ്റിൽ തിരിച്ചു കയറിയിട്ടുണ്ട്. എന്നാൽ ന്യൂസിലേക്ക് വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ഇത് ബന്ധപ്പെട്ട ന്യൂസാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുന്നതല്ല. നമ്മളെ രാജ്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് അസോസിയേഷൻ്റെ തലവൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, ചെങ്കടൽ ഭാഗത്ത് സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ വളരെയധികം കൂടുതലുണ്ട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിപ്പുകളെല്ലാം തന്നെ റീറൂട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഷിപ്പിംഗ് കോസ്റ്റ് 80% വർദ്ധിക്കും എന്ന് അഭിപ്രായം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ന്യൂസിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു ന്യൂസ്, ഇന്ത്യൻ ഷിപ്പ് സൊമാലിയയിൽ നിന്ന് 300 നോട്ടിക്കൽ മൈൽ കിഴക്ക് അതിർത്തിയിൽ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, ഹൈജാക്ക് ചെയ്തു. MV ലീല എന്ന് പറയുന്ന ഇന്ത്യൻ ഷിപ്പ്, 14 പേരുണ്ടായിരുന്നു ഷിപ്പിൽ എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസിനുപരി ഇപ്പോൾ അവരുടെ എല്ലാം തന്നെ ഫാമിലി വളരെയധികം വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ന്യൂസ് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും അവരെ രക്ഷിക്കാൻ ഇന്ത്യൻ നാവിക സേനയുടെ വിമാനവും കപ്പലും നിരീക്ഷണം നടത്തുന്നുണ്ട്. ഈ ഷിപ്പിലുള്ള ജീവനക്കാരായിട്ട് ആശയവിനിമയം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ യുദ്ധ കപ്പലായിട്ടുള്ള INS ചെന്നൈയാണ് ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് പങ്കാളിയാകുന്നത്. ബ്രസീലിൽ നിന്ന് ബഹ്റിനിലേക്ക് പോകുന്ന ഒരു ഷിപ്പായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഷിപ്പിലുള്ള 14 പേരും എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ നാവികസേനക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തലമുറയിലുള്ള പല ആളുകളും പഴമക്കാരോട് പറയുന്ന പ്രധാന ഒരു പരാതിയാണ്, പണ്ട് നിങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്ത് ഇത്ര സ്ഥലം വാങ്ങിച്ചിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ വികസനം വന്നപ്പോൾ അത് കോടികളായേനെ, അല്ലെങ്കിൽ അതിന് വലിയൊരു അപ്രീസിയേഷൻ ഉണ്ടായേനെ എന്നൊക്കെ ഉള്ള രീതിയിൽ പല ആളുകളും തമാശക്ക് പോലും നമ്മൾ പറയാറുണ്ട് പഴമക്കാരോട്. എന്നാൽ ഈ ഒരു ആധുനിക യുഗത്തിലുള്ള നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് അപ്രീസിയേഷൻ നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു മാർക്കറ്റിലുണ്ട്. HAL എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനിയാണ്. ഇന്ത്യൻ ഡിഫൻസിന് വേണ്ടിയിട്ട് ഹെലികോപ്റ്ററുകളും മറ്റ് യുദ്ധ സാമഗ്രികളെല്ലാം തന്നെ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അത് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കമ്പനിയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ ഡിഫൻസ് മിനിസ്ട്രി ഒരു പ്രസ്താവന ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഡിഫൻസ് സെക്ടർ പ്രൊക്യൂർമെൻറ്റിന് വേണ്ടിയിട്ട് കോടികൾ ചെലവഴിക്കും, എങ്കിലും ചെലവഴിക്കുന്ന ഈ ഒരു പ്രൊക്യൂർമെൻറ്റിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യയിലുള്ള തന്നെ കമ്പനിയിൽ നിന്നായിരിക്കും വാങ്ങുന്നത്. ഈവൻ HAL ഇസ്രായേലായിട്ട് സംയുക്തമായിട്ട് ലൈറ്റ് വെയ്റ്റ് ഹെലികോപ്റ്റേഴ്സ് എല്ലാം തന്നെ നിർമ്മിക്കുന്നുണ്ട്, നമുക്കറിയാം. ഈ HAL എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് മാത്രം 400% റിട്ടേണാണ് നൽകിയത്. 400%. ഏകദേശം 600 രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നത് 3000 രൂപക്കാണ്. അപ്പോൾ 400% എന്ന് പറയുന്നത് ഹ്യൂജ് റിട്ടേണാണ്. അപ്പോൾ ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുന്നു. നമ്മൾ പഴമക്കാരെ കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് മൂവിങ് ആവറേജ് മാഗ്നി നോക്കിയിട്ട് സ്കാൽപ്പ് ചെയ്ത് കുറച്ച് കാശ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമല്ല. ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ട് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നമ്മൾ പോർട്ട്ഫോളിയോ ഗ്രോ ചെയ്യിപ്പിക്കുന്ന, അതിനും പറ്റിയില്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നിഫ്റ്റിയുടെ റാലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സും കൂടിയാണ്. അപ്പോൾ എന്ത് തരം ട്രേഡ് ചെയ്താലും നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അത്തരത്തിലുള്ള ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഊന്നിയുള്ള ട്രേഡാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിപ്പോൾ ഏത് ട്രേഡ്, ഇപ്പോൾ ഞാൻ പേഴ്സണലി ചെയ്യുന്നത് ഓപ്ഷനാണ് എങ്കിലും ഞാൻ ഓപ്ഷൻ ചെയ്യാനായിട്ട് 1 രൂപ പോലും പോക്കറ്റിൽ നിന്ന് മുടക്കാതെ ഇത്തരത്തിലുള്ള ലോങ് ടൈം സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടിലും ഗവൺമെൻറ് ഡെപ്റ്റ് ഫണ്ടിലും ഗോൾഡിലും എല്ലാം തന്നെ വാങ്ങി ആ പൈസ എത്ര കാശിലാണോ വാങ്ങിയത് അതേ പൈസ ഞാൻ എൻ്റെ ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പണയപ്പെടുത്തി എടുക്കും. അങ്ങനെ പണയപ്പെടുത്തി എടുക്കുന്ന കാശ് കൊണ്ടാണ് ഞാനും സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, പ്രൊഫഷണലി ഇതിനെ സമീപിക്കുന്ന, ഇതിനെ ബിസിനസ്സായിട്ട് കാണുന്ന എല്ലാ ആളുകളും ചെയ്തു പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ആ ഒരു പ്രക്രിയയിൽ ഊന്നിയുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ പഠനം കൊച്ചിയിലും കാലിക്കട്ടും നമ്മൾ നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. എല്ലാവർക്കും 2 ദിവസത്തെ
നല്ലൊരു വീക്കെൻഡ് ദിനം ആശംസിക്കുന്നു. ട്രേഡിംഗ് മാത്രമല്ല, ലൈഫ് എൻജോയ് ചെയ്യുക, യാത്രകൾ ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.